ആശാ വർക്കർമാരുടെ സമരം തള്ളി സംസ്ഥാന സർക്കാർ. രാഷ്ട്രീയ താത്പര്യത്തോടെ കുത്തിയിളക്കിവിട്ട സമരമെന്നാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ വിമർശനം. അതേസമയം സമരത്തിൽ രാഷ്ട്രീയമില്ലെന്നും അവകാശങ്ങൾക്ക് വേണ്ടിയാണ് തെരുവിലിറങ്ങിയതെന്നും ആശാ വർക്കർമാർ പ്രതികരിച്ചു. വേതന കുടിശ്ശിക അനുവദിക്കുക, ഓണറേറിയം കൂട്ടുക, 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ വർക്കേഴ്സിന്റെ സമരം. 7 ദിവസമായി രാപ്പകൽ സമരത്തിലാണിവർ. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ച പരാജയപ്പെട്ടിരുന്നു. സമരം ശക്തമാക്കാനാണ് തീരുമാനം. വ്യാഴാഴ്ച കേരളത്തിലെ മുഴുവൻ ആശാ വർക്കേഴ്സിനെയും സംഘടിപ്പിച്ച് മഹാസംഗമം നടത്തും. ഞങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള ഒരു വേതനം തരിക, 62 വയസ്സ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു 5 ലക്ഷം രൂപ മിനിമം തരിക. ഞങ്ങൾക്ക് എത്ര ഓണറേറിയാണോ സർക്കാർ തരാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ നിബന്ധന മാനിച്ച് അതിൻ്റെ പകുതി കാശെങ്കിലും പെൻഷനായിട്ട് ഒരാശയ്ക്കും കിട്ടണം. ഞങ്ങൾ 18 വർഷം ഞങ്ങൾ ജോലി ചെയ്തതാണ്. ഞങ്ങൾക്ക് കിട്ടാനുള്ളത് ഞങ്ങൾ കിട്ടണം. ഞങ്ങൾ പോരാടും, ശരിക്കും പോരാടും. ഞങ്ങൾ പോകേണ്ടടുത്ത് ഞങ്ങൾ പോകും. ആശാ വർക്കേഴ്സിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന ധനമന്ത്രിയുടെ പ്രതികരണം വിവാദമായി. ഈ പറഞ്ഞ ആശാ വർക്കർമാരെ കൊണ്ട് സംഘടിപ്പിച്ചു വരുന്ന ആളുകൾ, ആ പാവപ്പെട്ട തൊഴിലാളികളോട് നമുക്ക് അങ്ങേയറ്റം ന്യായമായ പിന്തുണയുണ്ട്. അവരോട് പറയണ്ടേ, ഇത് നരേന്ദ്രമോദി ഗവൺമെൻറ് അവിടുന്ന് ഒരു പണവും കൊടുക്കുന്നില്ല. എന്തായാലും നമ്മുടെ സാധാരണപ്പെട്ട ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ കേരള ഗവൺമെൻറ്റിനും LDFനും ഉള്ളതിൻ്റെ അത്രയൊന്നും താല്പര്യം ഇതിനകത്ത് അവരെ കുത്തിയിളക്കി വിടുന്ന ഏജൻസികൾക്കില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ധനമന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ സമരക്കാരും രംഗത്തെത്തി. ഞങ്ങൾ ആരും തന്നെ ഇവിടെ എന്തെങ്കിലും ഉന്തിത്തള്ളി വന്നിരിക്കുന്ന ആളുകളല്ല. ഈ ഞങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഓണറേറിയവും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് അത്ര ബോധ്യപ്പെടാത്തതെന്ന് പറയുന്നത് മന്ത്രിയുടെ അറിവില്ലായ്മയാണ്. രാജ്യത്ത് കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ന്യായീകരണം. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് ഇനിയും മെച്ചപ്പെടുത്തി കൊടുക്കണം എന്ന് തന്നെയാണ് കാണുന്നത്. അത്രയും പ്രാധാന്യം ആശമാർക്കുണ്ട്. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അവരോട് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടുമാണ് ഉള്ളത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. 24 തിരുവനന്തപുരം.